ഇതാണ് എൻ്റെ ഹോസ്റ്റൽ. ബോയ്സ് ഹോസ്റ്റൽ. യെസ്, നമ്മളെ ബാസ്കറ്റ്ബോൾ കോർട്ട്. അതുപോലെ ഹോസ്റ്റൽ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നത്. യെസ്, ഇത് കുറേ നടക്കാനുണ്ടാവും. പകുതിയിലെ കട്ടായിട്ടാണ് വരുന്നത്. ഈ കാണുന്ന ഓഡിറ്റോറിയം കണ്ടോ, ഇവിടെയാണ് മറ്റേ ആൾക്കാർ മറ്റേ സ്റ്റാമ്പീഡ് നടന്നിട്ട് മരിച്ച കുറച്ച് ആൾക്കാർ. ആ ഓഡിറ്റോറിയമാണ് ഇത്. അതിൻ്റെ അടുത്താണ് എൻ്റെ ഇത് വരുന്നത്. പിന്നെ നമ്മുടെ ക്യാമ്പസിൽ പട്ടികളുള്ള പോലെയാണ് ഇവിടെ പശുക്കൾ ഇഷ്ടം പോലെ, എല്ലായിടത്തും ഇഷ്ടം പോലെ ഉണ്ട്. ഇത് നമ്മളെ SBI ക്യാമ്പസിൻ്റെ ഉള്ളിലുള്ള ബാങ്ക്. നല്ല സൗണ്ട് ഉണ്ടാവുമെന്നറിയാം. സ്റ്റിൽ ഇതാണ് SBI വരുന്നത്. ഇത് കപ്പിൾസ് പാർക്ക്. കപ്പിൾസ് ഫുൾ ടൈം. ഇപ്പോൾ കപ്പിൾസ് ഉണ്ടാവില്ല, കുറച്ച് നേരം ഫുൾ കപ്പിൾസ് ആയിരിക്കും. പിന്നെ ഇത് നേരെ ഇപ്പോൾ ഇങ്ങനെ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ ഞാൻ കുറച്ച് കാണിച്ചു തരാം. വൈകുന്നേരം വന്നിട്ട് കാണിച്ചു തരാം. ആ കാണുന്ന ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റ്. ഇത് നമ്മളെ റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്നാണ് നമ്മളെ ക്യാൻറ്റീൻ. ഇവിടെയാണ് എല്ലാ സംവിധാനം കിട്ടും. CR റെസ്റ്റോറൻറ്റ്, കുസാറ്റ് റെസ്റ്റോറൻറ്റ്. യെസ്, ഇവിടെ അടുത്ത് നടക്കുന്ന പ്രോഗ്രാമാണ്. പ്രോഗ്രാം കഴിഞ്ഞു. നമ്മൾ CRലെത്തിയിരിക്കുകയാണ്. കുസാറ്റ് റെസ്റ്റോറൻറ്റ്. ഇതൊരു സാധാരണ നോർമൽ റെസ്റ്റോറൻറ്റ് പോലത്തെ എല്ലാ സംവിധാനം കിട്ടുന്ന സംഭവമാണ്. ഇത് മാത്രമൊന്നുമല്ല, ഇത് ഇതിനെക്കാട്ടും എത്രയോ കൂടുതലുണ്ട് ഇവിടെ. യെസ്, ഇവിടെ വേണം നമ്മൾ ഓർഡർ ചെയ്തിട്ട് ബില്ല് തരും. എന്നിട്ട് നമുക്ക് അവിടെ കൊണ്ട് കൊടുത്താൽ നമുക്കെല്ലാം തരും. ഓക്കെ, ഈ ഭക്ഷണം കഴിച്ചിട്ടാണ്. CRൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സിരാജ്, ഗോകുൽ, സിജു ഇക്ക എല്ലാവരും ഉണ്ട്. ഫുഡ് കഴിച്ചോ? CRൽ നിന്ന് ക്യൂ ഉണ്ടാകും. ഈ ക്യൂ എല്ലാം കഴിഞ്ഞിട്ട് ബസ് വരണം. ബസ് വന്നിട്ട് വേണം അതിൽ പോകാൻ. അതിപ്പോഴേ വരുമെന്ന് തോന്നുന്നു. 4:45 8:45 തന്നെയാണ്. ഇപ്പോഴേ എത്തില്ല. അമ്മേ, ഇത്രയും തിരക്കുണ്ട്. സോ ഇതാണ് എൻ്റെ MSc ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് റൂം. നമ്മൾ ടോട്ടൽ 15 ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ 11 ആളെ വന്നിട്ടുള്ളൂ. ഞാൻ ഏകബോയിയാണ്. നാളെ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സ്വന്തമായിട്ട് കമ്പ്യൂട്ടർ ഉണ്ട്, ഒരു പ്രൊജക്ടർ ഉണ്ട്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല, അത്ര വലിയൊരു ക്ലാരിറ്റി ഒന്നുമില്ല. കുഴപ്പമില്ല, ഒരു കുഞ്ഞ് ക്ലാസ് റൂമാണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം ഉണ്ട്. 2-3 വ്യൂ കാണിച്ചിട്ടാണ് ഇവിടുന്ന് വരുന്നത്. സോ ഇത് ക്ലാസ് റൂം 1 എന്നിട്ട് ഇവിടെയാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മൾ ഓഡിറ്റോറിയം, AC ഓഡിറ്റോറിയമാണ്. ഇത് കോൺട്രാക്ട് ഫാക്കൽറ്റി. അവിടെ റിസർച്ച് സ്കോളേഴ്സ് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മൾ HOD മുറി. ഇത് HOD ഉണ്ട്, ഡോക്ടർ ഷാജി SS. ഇതാണ് HOD. ഇത് സെക്കൻഡ് ഇയേഴ്സിൻ്റെ ക്ലാസ് റൂം. ഇത് വേറെ ടീച്ചറാണ്, ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റോർ റൂം. ഇത് MSc ഫസ്റ്റ് ഇയറിൻ്റെ ലാബ്. അങ്ങനെ ഓരോ ഇയറിനും ഓരോ ലാബുണ്ട്. ഇത് വാട്ടർ കൂളർ, ബാത്റൂം. പിന്നെ ഇതാണ് ഈ സൈഡ് വ്യൂ. ഈ സൈഡ് മൊത്തം ഫ്ലാറ്റും റെസിഡൻഷ്യൽ ഏരിയ. അത് PhD സ്കോളേഴ്സിൻ്റെ ഇത് ഹോസ്റ്റൽ. അങ്ങോട്ടേക്കാണ് മെസ്സ് വരുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് വരുന്നത്. അപ്പുറത്തെ സൈഡ് വ്യൂ കാണിച്ചാൽ അത് അതിനെക്കാട്ടും അടിപൊളി. ഇത് സെയിം വേറൊരു ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബ്. ഇവിടെ എന്തൊക്കെയുണ്ട്, സ്റ്റോർ റൂം അങ്ങോട്ടാന്ന് തോന്നുന്നു. അല്ല, ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബ് തന്നെ. ഇതാണ് വ്യൂ. ഇതാണ് കൊച്ചി കായലിൽ വരുന്നത്. ഈ റോഡ് നേരെ നടന്ന മറൈൻ ഡ്രൈവ് എത്തും. തൊട്ടപ്പുറത്താണ് മഹാരാജാസ് കോളേജ്, ലോ കോളേജെല്ലാം വരുന്നത്. മറ്റേ ഇടക്കിടക്ക് നേവീൻ്റെ ഷിപ്പ് പോകുന്നതാണ്. അതൊരു കസ്റ്റംസിൻ്റെ ഷിപ്പാണെന്ന് തോന്നുന്നു. ഇടക്കിടക്ക് ഷിപ്പ്, പ്ലെയിന്, ഹെലികോപ്റ്റർ, കോസ്റ്റ് ഗാർഡിൻ്റെ ഹെലികോപ്റ്റർ, ഇങ്ങനെ സൗണ്ട് ഇടക്കിടക്ക് കേട്ടുകൊടുക്കും. അങ്ങോട്ടേക്ക് റിഫൈനറിയൊക്കെ വരുന്നുണ്ട്. നല്ല വ്യൂ ആണ് ഇവിടുന്ന്. താഴോട്ടേക്ക് അവിടെ ബസ് നിർത്തുക. ഈ ബിൽഡിംഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് എൻ്റെ മൊത്തം കാണിച്ചാൽ. കോളേജിൻ്റെ മുന്നിൽ കാസർഗോഡ് ഘടകമുണ്ട്, മലപ്പുറം ഘടകം, ഏത് ഘടക, പാലക്കാട് ഘടകം, എല്ലാവരും ബാക്കി പേരെല്ലാം ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ്. മെയിൻ കവാട അങ്ങോട്ടേക്ക്. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അങ്ങോട്ട് വന്നിട്ട് ഇനി നടക്കണം. നമ്മളിവിടെ ബസ് ഇവിടെ നിർത്തിയിട്ട് നടക്കുമായിരിക്കും. 2 എക്സിലാക്കാൻ പറ്റും. 2 എക്സിൽ കാണിച്ചു തരാം. ഓക്കെ, വീഡിയോയുടെ ബാക്കി എടുക്കാലോ.
യെസ്, ദാറ്റ് ഈസ് യൂണിവേഴ്സിറ്റി ലൈബ്രറി. ഇത് രാവിലെ കണ്ടതിൻ്റെ വേറൊരു പാർക്കാണ്, ഓഫീസ് പാർക്ക്. അവിടെ സെമിനാർ കോംപ്ലക്സ്, അവിടെയാണ് ഇപ്പോഴും പരിപാടികളൊക്കെ നടക്കുന്നത്. മറ്റേ ഒരു പ്രസന്റേഷൻ ഇവിടെയാണ് ഇപ്പോൾ എല്ലാ പരിപാടി നടക്കുന്നത്. നമ്മളിപ്പോൾ ഏകദേശം ഒരു കിലോമീറ്റർ നടന്നാലാണ് നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തുക. അപ്പം വൈകുന്നേരം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതെല്ലാം യൂണിവേഴ്സിറ്റിയുടെ ഭാഗം തന്നെയാണ്. ഇതിലേക്ക് കൂടി ഇങ്ങനെ നടന്ന് അങ്ങോട്ടേക്ക് പോകണം. ആടെയാണ് എന്തൊരു കഫേ ഉണ്ട്, അതിൽ അവിടെ പോയിട്ടാണ്. നേരത്തെ കണ്ട ലൈബ്രറി എവിടെയാണ്, ഇവിടെ തന്നെയുണ്ട്. ഈ ഫ്രണ്ടിൽ നടക്കുന്നത് ഗോകുൽ, ഇവിടെ ഉള്ളത് സൗരവ്, ഇത് അമലാട്ടൻ, ഇത് സുഖമില്ലാത്ത സിരാജ്. ഇങ്ങനെ അങ്ങോട്ട് പോവാ. ഇത് പ്രവീൺ, അല്ലടാ വ്ളോഗാടാ. ഓക്കെ, എൻജിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. അതിങ്ങോട്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ്, പേരൊന്നും ചെയ്യരുത്, ഫോട്ടോണിക്സ് ആണെന്ന് തോന്നുന്നു. അതവിടെയാണ് വരുന്നത്. ഒരു ഇഷ്ടംപോലെ വണ്ടി ഉണ്ട്. ഇത് കാണുമ്പോൾ എൻ്റെ വണ്ടി മിസ്സാണ്. 3 കൊല്ലം വണ്ടിയിൽ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 1.5 കിലോമീറ്റർ ഡെയിലി നടക്കുമ്പോഴത്തേക്ക് തന്നെ പണി പാടും. അവിടെ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്, ആ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തം ലിസ്റ്റ് അവിടെ ഉണ്ട്. പിന്നെ ഒരു വാട്ടർ സംഭരണം തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല ഇത് ഏതാണ്. ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അതൊക്കെ ഹോസ്റ്റലും ഇതിലാക്കി വരുന്നതാണ്. അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഇത് എന്തൊക്കെ ഗ്രീൻ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ട് എന്തെല്ലാം വരുന്നുണ്ട്, പക്ഷെ അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ അവിടെ എവിടെയോ ആണ് നോർമൽ കെമിസ്ട്രി വരുന്നത്. നോർമൽ കെമിസ്ട്രിയും ഫിസിക്സും മാത്സും എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. ഈ കാട്ടിനുള്ളിലാണ് എല്ലാ സംവിധാനവും വരുന്നത്. ഞാനിതിന് അങ്ങോട്ട് പോയിട്ടില്ല. അതാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഗ്രീൻ ക്യാമ്പസിൻ്റെ ഭാഗമായിട്ടുള്ള അവിടെ ഒരു നേച്ചർ നോക്കുന്നുണ്ട്, ഞാൻ തുറന്നു തന്നിട്ടില്ല. ഇത് MBA ഡിപ്പാർട്ട്മെൻറ്റ്. ഇവിടെ നേരെ പോകണം. ഇതെല്ലാം ക്യാമ്പസിൻ്റെ ഭാഗമാണ്. മുഴുവനായിട്ട് കാണിക്കാനുള്ള ആരോഗ്യം എനിക്കുണ്ടോ തോന്നില്ല. പറ്റുന്നത്ര കാണിച്ചു തരും. ഇതെന്നും 108 കിലോമീറ്റർ നടന്നു വരുമ്പോഴത്തേക്ക് എൻ്റെ കാലിൻ്റെ പണിയാണ്. 108 കിലോമീറ്റർ അല്ല, 108 ഏക്കർ അങ്ങോട്ടേക്ക് വരേണ്ടത്. സ്റ്റുഡിയോ കമ്മ്യൂണിറ്റി സെൻറ്റർ കാണിച്ചു തരാം. പിന്നെ വേറെ എന്താ വരുന്നില്ല അതിൻ്റെ അത്. ഇതൊക്കെ ഗ്രീൻ ക്യാമ്പസ് നേച്ചർ നോക്കാം, പക്ഷെ കണ്ട നേച്ചറൊന്നും പറയില്ല. അവിടെ കുറേ വീടുകളാണ്. ആ റോഡിലേക്ക് കൂടെ പോകാം. ഇതിലേക്ക് കൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെ സിയാറത്തും, അല്ലെങ്കിൽ നേരത്തെ രാവിലെ കാണിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹിന്ദി, നേരെ കാണുന്ന CR. അപ്പോൾ ഈ ബസ് ഇറങ്ങിയിട്ട് 1.5 കിലോമീറ്റർ നടന്നു പോകാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി അമ്യൂണിറ്റി സെൻറ്റർ. ഇവിടെയാണ് നമ്മൾ കളിക്കാൻ വരുന്നത്. അവിടെ ബോക്സിംഗ് പ്രാക്ടീസ് നടക്കാം. ബോക്സിംഗ് പ്രാക്ടീസ്, അവിടെ ടെന്നീസ് ഉണ്ട്, അവിടെ ചർച്ച നടക്കുന്നുണ്ട്. മേലെ TT വരും. ഇവിടെ യൂണിയൻ ഓഫീസ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്യൂണിറ്റി സെൻറ്റർ. ഇവിടെയാണ് അധിക സമയം നമ്മൾ സ്പെൻഡ് ചെയ്യാറുള്ള എല്ലാവരും ഉണ്ട്. ഇപ്പം അടുത്ത റൗണ്ടിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങേണ്ടതാണ്, പക്ഷേ എനിക്കവിടെ ഇറങ്ങത്തില്ല. ഇതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി. ഇനിയും കുറേ കാഴ്ചയുണ്ട്. പാർട്ട് 2 നോക്കിയിട്ടുണ്ടാക്കാം. മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് സമയം മൊത്തം നടന്ന് കാലിൻ്റെ പണി പോകും. അതുകൊണ്ട് പറ്റുമെങ്കിൽ അടുത്തൊരു വീഡിയോ നോക്കി ചെയ്യാം. കൊച്ചി ലൈഫിൻ്റെ വീഡിയോ ചെയ്യാം.